അതെ, സ്നേഹം നിറച്ചൊരു പെട്ടി വന്നിട്ട് കേട്ടോ നാട്ടിൽ നിന്ന്. അല്ലെങ്കിലും നമ്മളെ പേരൻസ് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുക ചെയ്യാം. നമുക്ക് എന്തെങ്കിലും കൊടുത്തയക്കാൻ അൺകണ്ടീഷണലാവും. ഒന്നും വേണ്ടമ്മ, ഓൾക്ക് വെയിറ്റ് കൂടുന്നു പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് അതിന് ഞാനൊന്നും കൊടുത്തയക്കില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എന്ന് പറയും. എന്നാലോ ഇവിടെ എത്തുമ്പോൾ ഒരു പെട്ടി സാധനം ഉണ്ടാവും. കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്നും കൊടുത്തയച്ചില്ലെങ്കിൽ ഓൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതിപ്പോൾ എൻ്റെ കസിന് വന്നിട്ട് കേട്ടോ. ഇവിടെയുള്ള മൂന്നാൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വലിച്ച് കീറിയൊക്കെയാണ് പെട്ടി പൊട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന്. ഈ സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ ഉമ്മ നാട്ടിൽ നിന്ന് ഇതൊക്കെ കൊടുത്തേക്കണതും. പെട്ടിയൊക്കെ പൊട്ടിച്ച് ഒന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് നാട്ടിലേക്കൊരു കോള് പോകുമ്പോഴാണ് ഉമ്മക്ക് സമാധാനമാവുക. എൻ്റെ കസിൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ഉമ്മനോട് പറഞ്ഞത് എനിക്കൊരു ചട്ടി കൊടുത്തേക്കണം എന്നേനി. പക്ഷേ ആ ചട്ടി അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേനും പൊട്ടിപ്പോയി കേട്ടോ. അതാകെ ഒരു സങ്കടമായിപ്പോയി. അതിപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ബാക്കി എന്തൊക്കെ ഐറ്റംസ് അമ്മ കൊടുത്തേച്ച് നമുക്കൊന്ന് നോക്കിയാലോ. വെളിച്ചെണ്ണ സാധാരണ ഫ്രീസ് ചെയ്തിട്ടാണ് കൊടുത്തയക്കാറ്. അതാണ് ഈ വൈറ്റ് കളറ്. പിന്നെ സോൻപാപ്പിടി. ഇത് പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ ലൂസായിട്ട് വാങ്ങണ സാധനേനി. അന്നൊക്കെ ഒരു ഷേപ്പൊന്നുമില്ല, അതൊരു വൈറ്റ് കളർ ഇങ്ങനെ നൂല് പോലെ ആയിട്ടാണ് കിട്ടൽ. അത് നല്ല ടേസ്റ്റാട്ടോ ഇതിനേക്കാളും. മാതമച്ചപ്പ് എന്നേ നമ്മൾ അതിന് പണ്ട് പറയൽ. ഇപ്പം ആ പേരൊക്കെ മാറി സോൻപാപ്പിടിയായി. പിന്നെ പപ്പടം, ഇത് മസ്റ്റാണ്. ഇവിടുന്ന് വാങ്ങണ പപ്പടത്തിന് എന്തായാലും നാട്ടിലത്തെ പപ്പടത്തിൻ്റെ ടേസ്റ്റൊന്നുമില്ല. പപ്പടം ഇല്ലാതെ ചോറ് തിന്നുമ്പോൾ എന്തോ ഒരു കുറവ് പോലെയാണ്. ഇവിടെ എല്ലാവർക്കും പപ്പടം നിർബന്ധമാണ് ചോറിലേക്ക്. ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് മുടക്കാൻ വേണ്ടിയിട്ട്. ഈ ലഡുവൊക്കെ ഇവിടെ വെച്ചിട്ട് എങ്ങനെയാണ് ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാം? ഇനിയിപ്പോൾ ഇതൊക്കെ കഴിയട്ടെ, അല്ലാതെ നടക്കൂല. ലഡു കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിന്. സാധാരണ നല്ലോണം പൊടിയലുണ്ട്, ഇപ്രാവശ്യം കുറേയൊക്കെ പൊടിയാതെ കിട്ടീന്. ഇതിൻ്റെ സിസ്റ്റർ ഇൻ ലോ കൊടുത്തയച്ചതാണ്. എൻ്റെ ബ്രദർ ഇവിടെ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം ഓൻക്കും എൻ്റെ വൈഫ് കൊടുത്തയച്ചതാണ് ഈ ലഡു. അതുപോലെ ടൊമാറ്റോ സോസിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന റെഡ് കളർ നുറുക്കുണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാട്ടോ. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ മോൻക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇവിടെ ബാക്കി എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ മോൻക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കസിൻക്ക് ഓളും ഓളെ മക്കളും ഒരു മൊത്തം 4 ആൾക്കാരുണ്ടായതുകൊണ്ട് കുറച്ച് വെയിറ്റ് കൊണ്ടുവരല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും തോന്ന സാധനങ്ങൾ ഒരു പെട്ടി സാധനമൊക്കെ കൊടുത്തയച്ചത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കലില്ല. കാരണം ഒരാൾ പോകുമ്പോൾ നമുക്കറിയല്ലോ ഓൽക്കത്ര. നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ വെയിറ്റ് ഫുള്ളായിട്ട് പിന്നെയും എക്സ്ട്രാ വെയിറ്റ് ആവുകയാണ് സാധാരണ ചെയ്യൽ. അപ്പോൾ ആ ഒരു ധാരണ കൊണ്ട് ആരടുത്തൊന്നും കൊടുത്തയക്കരുത് എന്നാണ് എപ്പോഴും പറയൽ. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കസിനായതുകൊണ്ടും പിന്നെ ഓക്ക് വെയിറ്റ് കുറവായതുകൊണ്ടും ഇത്രയും തോന്നുന്ന സാധനങ്ങൾ. ഇതാണ് കോഴിയട. ഇത് എൻ്റെ മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൻ്റെ ഇഷ്ടം കണക്കിലെടുത്തിട്ടാവും ഇത് കൊടുത്തയച്ചിട്ടുണ്ടാവുക. എനിക്ക് ഈ കോഴിയട വലിയ ഇഷ്ടമില്ലേനി, പക്ഷേ തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എൻ്റെയും കറണ്ട് ഫേവറേറ്റ് ആയിന്. പിന്നെ അമ്മ കൊടുത്തയച്ചത് കൂരം വറുത്തതിൻ്റെ മരത്തൊരു പൊടിയാണ്. ഞാൻ ആദ്യം വിചാരിച്ച് കൂരം വറുത്തതാണെന്ന്. പിന്നെ അമ്മനോട് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് അത് കൂരം വറുത്തതല്ല, അത് നട്ട്സും അതേപോലെ ധാന്യങ്ങളും ഒക്കെ ശർക്കരയും ഒക്കെ കൂടെ കൂട്ടി കണ്ട് പൊടിച്ചിട്ടുള്ള ഇതാണെന്ന്. ഇതൊക്കെ കൂടെ കിട്ടുമ്പോഴുള്ള ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇതാക്കാൻ വേണ്ടത്ര പാത്രങ്ങളില്ല എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചായപ്പൊടീൻ്റെ ഒഴിഞ്ഞ പാത്രമൊക്കെ ഉണ്ടല്ലോ, അതിലും ഒക്കെ കൂടെ ആക്കിയിട്ട് വെക്കുകയാണ്. അപ്പം ഒന്നിൽ തികയാഞ്ഞപ്പം വേറൊന്നും പാടി എടുത്ത് അങ്ങനെ 2 എണ്ണത്തിലൊക്കെ ആക്കി വെക്കുകയാണ്. പിന്നെ ഉള്ളത് കടുക്കാണ്. കല്ലുമ്മക്കായ എന്നൊക്കെ പറയും. നമ്മളെ നാട്ടിൽ സാധാരണ കടുക്ക എന്നാണ് പറയാറ്. ഇത് സാധാരണ പൊരിച്ചിട്ടാണ് ഇമ്മ കൊടുത്തയക്കൽ. ഇപ്രാവശ്യം ഒരു പരീക്ഷണാർത്ഥം പുഴുങ്ങി കായൊക്കെ തേച്ചിട്ടാണ് കൊടുത്തയച്ചത്.
പക്ഷേ അങ്ങനെ കൊടുത്തയക്കാൻ പാടില്ലേനി എന്നുള്ളത് ഇപ്രാവശ്യം കൊടുത്തയച്ചപ്പോൾ മനസ്സിലായി. അത് പൊരിച്ചെടുക്കുമ്പം നമ്മൾ ഒരു ഫ്രഷായിട്ട് നമ്മൾ അത് നന്നാക്കി അപ്പം തന്നെ പൊരിച്ചെടുക്കണ ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇതുമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടുന്ന് തന്നെ പുഴുങ്ങിങ്ങാണ്ട് കായൊക്കെ തേച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടാക്കി കേടരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് കൊടുത്തയച്ചത്. ഇവിടെ എത്തിയപ്പം ചെറുതായിട്ട് തണുപ്പുണ്ട്, ആ കട്ടൊക്കെ പോയിന്. പക്ഷേ എന്താ വെച്ചാൽ ആ പൊരിക്കുമ്പം ആ ഒരു എന്താണ് നമ്മൾ കടുക്കൊക്കെ പൊരിച്ചാലുണ്ടാവുന്ന ഒരു നെരിവ് ഉണ്ടാവുമല്ലോ, അത് കിട്ടണില്ല. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ കൊടുത്തയക്കൂല എന്ന് തീരുമാനിച്ചിന്. പിന്നെ ഉള്ളത് ബീഫ്. അതേപോലെ ബീഫും ഈ കടിക്കും ഇതൊക്കെ ഇങ്ങനെ ചെറിയ ഇതിലാക്കി കണ്ടാണ് കൊടുത്തയച്ചത്. ബീഫൊക്കെ ചെറിയ മറ്റേ കവറിലാക്കി കണ്ടാണ് കൊടുത്തയച്ചത്. കാരണം ഓരോരോ ടൈമിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒന്നായിട്ട് എടുത്ത് ഇങ്ങനെ ചൂടാക്കണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ കവറുകളിലാക്കിയിട്ടാണ് ബീഫ് കൊടുത്തയച്ചത്. പിന്നെ ഉള്ളത് ചട്ടിപ്പത്തിരി. ഗൾഫിലേക്ക് ആരെങ്കിലും വരുമ്പോഴും പിന്നെ ഇങ്ങോട്ട് കൊടുത്തയക്കുമ്പോഴൊക്കെ ഫസ്റ്റ് സ്ഥാനം പിടിക്കുന്ന 2 ഐറ്റംസാണ് ഈ ചട്ടിപ്പത്തിരിയും ബീഫും ഒക്കെ. പിന്നെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാവും ഓരോരുത്തർ കൊടുത്തയക്കുക. പക്ഷേ ഞാൻ കണ്ടുകൊടുത്തോളം ഒരുവിധം എല്ലാവരും ഈ ചട്ടിപ്പത്തിരി എന്തായാലും ഒരു ഗൾഫുകാരൻ്റെ പെട്ടിയിൽ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഈ ചട്ടിപ്പത്തിരി. ഞാൻ പറഞ്ഞത് എല്ലായിടത്തതും അല്ല കേട്ടോ, നമ്മളെ ഈ മലബാർ മേഖലയിലുള്ള ആൾക്കാർ ഗൾഫിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പെട്ടിയിൽ എന്തായാലും ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ ഉള്ളത് കരിവേപ്പാണ്. ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് എപ്പം വരുമ്പോഴും വീട്ടിൽ നിന്നുള്ള കരിവേപ്പാണ് കൊണ്ടുവരൽ. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതിനേക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്കിയത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. അതേപോലെ തന്നെ ഇതിപ്പം ഇവിടെ എത്തിയിട്ടും വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സാധാരണ കുറച്ച് വാടിയൊക്കെ പോവലുണ്ട്, പക്ഷേ ഇപ്പം നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയാണ്. അതുകൊണ്ട് ഞാനിത് വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച്. ഇനിയിപ്പോൾ ഞാൻ ഈ ചട്ടി പൊട്ടിയതൊന്ന് കാണിച്ചു തരാം. എല്ലാം കാണിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് മാത്രം കാണിച്ചു തരാം, അത് നിൽക്കണ്ടല്ലോ. ഇത് കണ്ടില്ലേ, ചെറിയ പൊട്ടൊന്നുമല്ല, 2-3 കഷ്ണങ്ങളായിക്കാണ്ട് പൊട്ടിപ്പോയിന്. ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇനി വേറെ കൊണ്ടുവരേണ്ടി വരും. ഇത് എനിക്ക് പ്രധാനമായിട്ടും വേണ്ടിയത്, പക്ഷേ എന്ത് ചെയ്യാനാ, പൊട്ടിപ്പോയില്ലേ. പിന്നെ എൻ്റെ സൗണ്ട്, എനിക്ക് നല്ല ജലദോഷമുണ്ട്. അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. പിന്നെ ഇതൊക്കെ കിട്ടിയത് നമുക്കൊരു ഉച്ച നേരം കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേനെ, അതുകൊണ്ട് തന്നെ കടുക്കൊക്കെ പൊരിച്ച് ഇന്നത്തെ ലഞ്ച് നല്ല ഉഷാറാക്കി. അപ്പോൾ ഇമ്മ കൊടുത്തയച്ച ഈ പെട്ടിൻ്റെ അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം. താങ്ക് യു.